ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ എന്താണ് വിൻഡ്, അതുപോലെ തന്നെ ജനറൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്താണ്, വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതർ ടൈപ്സ് ഓഫ് വിൻഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് വിൻഡ് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പെർമനൻറ്റ് വിൻഡ് അല്ലാതെ വരുന്ന വിൻഡുകൾ. അപ്പോൾ അതിൽ വരുന്നതാണ് ജിയോട്രോഫിക് വിൻഡ്, സീസണൽ വിൻഡ്, ലോക്കൽ വിൻഡ്സ്, ലാൻഡ് ആൻഡ് സീ ബ്രീസ്, ദെൻ മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ്. അപ്പോൾ ഈ ഓരോ വിൻഡുകളും എന്താണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ജിയോസ്ട്രോഫിക് വിൻഡ്. എന്താണ് ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറഞ്ഞാൽ? ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് മിനിമം 2 to 3 കിലോമീറ്റേഴ്സ് എബവ് മൂവ് ചെയ്യുന്ന വിൻഡ്സ് ആയിരിക്കണം. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മിനിമം 2 to 3 കിലോമീറ്റേഴ്സ് എബവ് സഞ്ചരിക്കുന്ന വിൻഡ്സിനെയാണ് ജിയോസ്ട്രോഫിക് വിൻഡ്സ് എന്ന് പറയുന്നത്. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്ന് മിനിമം 2 to 3 കിലോമീറ്റേഴ്സ് എങ്കിലും ഉയരത്തിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വിൻഡിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ നമ്മൾ മെയിനായിട്ട് 4 ഫാക്ടേഴ്സാണ് പഠിച്ചത്. അതിലൊന്നായിരുന്നു ഫ്രിക്ഷൻ, ദെൻ 2 കൊറിയോളിസ് ഫോഴ്സ്, ദെൻ പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്, ഫൈനലി ഗ്രാവിറ്റി. ഇത്രയും ഫോഴ്സസ് ആണ് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഫ്രിക്ഷണൽ ഫോഴ്സ്, കൊറിയോളിസ് ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്, ഗ്രാവിറ്റി. ഇതിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വെർട്ടിക്കൽ വിൻഡിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ഒരു വിൻഡ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 2 to 3 കിലോമീറ്റേഴ്സ് എബവ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ദെൻ ആ ഒരു വിൻഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സാണ്. ആ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 കൊറിയോളിസ് ഫോഴ്സ്, 2 പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 ഫോഴ്സസ് മാത്രമാണ് ജിയോസ്ട്രോഫിക് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പ്രഷർ ഗ്രേഡിയൻറ്റും കൊറിയോളിസ് ഫോഴ്സും. അങ്ങനെ പ്രഷർ ഗ്രേഡിയൻറ്റും കൊറിയോളിസ് ഫോഴ്സുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ഫോഴ്സുകളും ബാലൻസ് ചെയ്യപ്പെടുമ്പോൾ ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറയുന്നത് ഐസോബാറിന് പാരലലായിട്ട് മൂവ് ചെയ്യപ്പെടും. അപ്പോൾ ജിയോസ്ട്രോഫിക് വിൻഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 2 to 3 കിലോമീറ്റേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉയരത്തിൽ സഞ്ചരിക്കുന്ന വിൻഡുകളാണ് ജിയോസ്ട്രോഫിക് വിൻഡ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൽ കൊറിയോളിസ് ഫോഴ്സ് എഫക്റ്റ് ചെയ്യില്ല. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ 2 ഫോഴ്സസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. 1 കൊറിയോളിസ് ഫോഴ്സ്, 2 പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്. 1 കൊറിയോളിസ് ഫോഴ്സ്, 2 പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്. ഇവർ രണ്ടുപേരും ബാലൻസ്ഡാകുമ്പോൾ ഈ ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറയുന്നത് ഐസോബാറിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഐസോബാറിന് പെർപെൻഡിക്കുലറായി മൂവ് ചെയ്യുന്നു എന്നുള്ളതിനാണ് അതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അപ്പോൾ ജിയോസ്ട്രോഫിക് വിൻഡ് എന്താണ് എന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ജിയോസ്ട്രോഫിക് വിൻഡിന് എക്സാമ്പിളാണ് ജെറ്റ് സ്ട്രീംസ്. അപ്പോൾ ജിയോസ്ട്രോഫിക് വിൻഡിന് എക്സാമ്പിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ജെറ്റ് സ്ട്രീംസ് ആണ്. ജെറ്റ് സ്ട്രീംസ് ആണ് ജിയോസ്ട്രോഫിക് വിൻഡിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത വിൻഡാണ് സീസണൽ വിൻഡ്. എന്താണ് സീസണൽ വിൻഡ് എന്ന് പറയുന്നത്? ആ പേരിൽ തന്നെയുണ്ട്, സീസണലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന വിൻഡുകളെയാണ് സീസണൽ വിൻഡ് എന്ന് പറയുന്നത്. അതായത് ഇത് പെർമനൻറ്റ് വിൻഡ്സ് ആവാം, പക്ഷേ അവരവരുടെ ഡയറക്ഷൻ സീസണലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ സീസണൽ വിൻഡ്സ് എന്ന് വിളിക്കും. എക്സാമ്പിളാണ് മൺസൂൺ. സീസണൽ വിൻഡ്സിൻ്റെ എക്സാമ്പിൾ ആണ് മൺസൂൺ. ഇനി അടുത്ത വിൻഡ് ഏതാണ്? അടുത്ത വിൻഡ് ലോക്കൽ വിൻഡ്സ് ആണ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ലോക്കൽ വിൻഡ്സ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ മാത്രം ഉണ്ടാവുന്ന വിൻഡുകളാണ് ലോക്കൽ വിൻഡ്സ്. അതിന് കാരണം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ മാത്രം ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസും പ്രഷർ ഡിഫറൻസുമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റീജിയനിൽ അവിടുത്തെ ലോക്കൽ റീജിയനിലെ
പ്രഷർ ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ട് വിൻഡ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ലോക്കൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഏരിയ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ അതുണ്ടാവാനുള്ള കാരണം ആ ലൊക്കാലിറ്റിയിൽ വരുന്ന ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിഫറൻസുകൾ ആണ്. ഇനി ഈ ലോക്കൽ വിൻഡിന് എക്സാമ്പിളാണ് ലൂ. ലൂവിനെ കുറിച്ച് ഒരുപാട് തവണ UPC ചോദിച്ചിട്ടുണ്ട്. ലൂ എന്ത് വിൻഡാണ്? ലൂ എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ് ലൂ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ലൂ ഏത് ഭാഗത്താണ് വീശുന്നത്? നോർത്ത് ഇന്ത്യയിൽ സമ്മർ സീസണിൽ ഉണ്ടാവുന്ന വിൻഡാണ്. നോർത്ത് ഇന്ത്യയിൽ സമ്മർ സീസണിലാണ് ലൂ എന്ന് പറയുന്ന വിൻഡ് കാണുന്നത്. അപ്പോൾ ലൂ ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. നോർത്ത് ഇന്ത്യയിൽ കാണുന്ന വിൻഡാണ് ലൂ. അത് സമ്മർ സീസണിൽ മാത്രം കാണുന്ന വിൻഡാണ്. ഓക്കെ, അപ്പോൾ ലൂ ഒന്നും നോക്കി വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അതർ ടൈപ്സ് ഓഫ് ലോക്കൽ വിൻഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലൂ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, അത് ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ തന്നെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന റീജിയൻസിലാണ് ഇത് മെയിൻലി കാണുന്നത്. ഇനി മറ്റ് ലോക്കൽ വിൻഡ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് സാധാരണഗതിയിൽ UPC എങ്ങനെയാണ് ചോദിക്കുന്നത്? സാധാരണഗതിയിൽ UPC ലോക്കൽ വിൻഡ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം ചോദിക്കുന്നത് അത് ഹോട്ട് വിൻഡാണോ കോൾഡ് വിൻഡാണോ എന്നായിരിക്കും. രണ്ടാമത് ചോദിക്കുന്നത് അതടിക്കുന്ന റീജിയൻ എവിടെയാണ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ലോക്കൽ വിൻഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഒന്ന് ഹോട്ട് വിൻഡാണോ ഡ്രൈ വിൻഡാണോ, അല്ല ഹോട്ട് വിൻഡാണോ കോൾഡ് വിൻഡാണോ, രണ്ട് ഏത് റീജിയനിലാണ് അത് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ലോക്കൽ വിൻഡ്സ് ഏതാണ്. ഫസ്റ്റ് വൺ ചിനൂക്ക്. ചിനൂക്ക് ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. റോക്കീസ് പർവ്വതനിരകളിൽ അടിക്കുന്ന വിൻഡാണ്. നോർത്ത് അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളിൽ വരുന്ന വിൻഡാണ് ചിനൂക്ക്. ചിനൂക്ക് അറിയപ്പെടുന്നത് തന്നെ സ്നോ ഈറ്റർ എന്ന പേരിലാണ്. ഓക്കെ, ചിനൂക്ക് അറിയപ്പെടുന്നത് സ്നോ ഈറ്റർ എന്ന പേരിലാണ്. സ്നോ ഈറ്റർ അങ്ങനെയാണ് ചിനൂക്ക് അറിയപ്പെടുന്നത്. അടുത്ത വിൻഡാണ് സിറോക്കോ. സിറോക്കോ എന്ന് പറയുന്നത് സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയനിലോട്ട് അടിക്കുന്ന വിൻഡുകളാണ്. ഇതും ഹോട്ട് വിൻഡാണ്. നിങ്ങൾക്കറിയാം സഹാറ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ ഡെസേർട്ടാണ് അല്ലേ. അപ്പോൾ ഹോട്ട് ഡെസേർട്ടിൽ നിന്ന് അടിക്കുന്ന വിൻഡ് എങ്ങനെയായിരിക്കും? ഹോട്ട് വിൻഡ് ആയിരിക്കും. ഇത് ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. സഹാറ ഡെസേർട്ടിൽ നിന്ന് മെഡിറ്ററേനിയൻ സീയിലോട്ട് അടിക്കുന്ന വിൻഡാണ്. ഇനി സിറോക്കോയ്ക്ക് മറ്റൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മെഡിറ്ററേനിയൻ സീയുടെ ടെമ്പറേച്ചർ കൂടുന്നതിന് സിറോക്കോ വിൻഡ് ഒരു കാരണമാണ്. സിറോക്കോ വിൻഡ് മെഡിറ്ററേനിയൻ സീയുടെ ടെമ്പറേച്ചർ കൂടാൻ കാരണമാണ്. കാരണം അത് സഹാറ ഡെസേർട്ടിൽ നിന്ന് മെഡിറ്ററേനിയനിലോട്ട് അടിക്കുമ്പോൾ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ മെഡിറ്ററേനിയൻ്റെ ചൂട് കൂട്ടും. അടുത്താണ് ഫോൺ. ഫോൺ എന്ന് പറയുന്നത് ആൽപ്സിൽ അടിക്കുന്ന വിൻഡാണ്. ഇതും ഹോട്ട് വിൻഡാണ്. അപ്പോൾ ഫോൺ വിൻഡ് ആൽപ്സിലെയാണ്, അത് ഹോട്ട് വിൻഡാണ്. അടുത്താണ് മിസ്ട്രാൽ. മിസ്ട്രാൽ എന്ന് പറയുന്നത് കോൾഡ് വിൻഡാണ്, ആൽപ്സിലെ വിൻഡാണ്. അപ്പോൾ ഇവിടെ ഫോണും മിസ്ട്രാലും തമ്മിൽ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മാറരുത്. അതായത് ഫോൺ എന്ന് പറയുന്നത് ഹോട്ട് വിൻഡാണ്, ആൽപ്സിലടിക്കുന്നതാണ്. മിസ്ട്രാൽ എന്ന് പറയുന്നത് കോൾഡ് വിൻഡാണ്, ആൽപ്സിലടിക്കുന്ന. ഫോൺ ഹോട്ട് വിൻഡാണ്, ആൽപ്സിലടിക്കുന്ന ഹോട്ട് വിൻഡ്. മിസ്ട്രാൽ കോൾഡ് വിൻഡാണ്, ആൽപ്സിൽ തന്നെയാണ് അടിക്കുന്നത്. അടുത്താണ് ബോറ. ബോറയും കോൾഡ് വിൻഡാണ്. അപ്പോൾ ഇത് ഹംഗറിയിൽ നിന്ന് ഇറ്റലിയിലോട്ട് അടിക്കുന്ന വിൻഡാണ് ബോറ. ബോറ എന്ന് പറയുന്നത് കോൾഡ് വിൻഡാണ്, ഹംഗറിയിൽ നിന്ന് ഇറ്റലിയിലോട്ട് അടിക്കുന്നത്. അടുത്താണ് കറാബുറാൻ. ഹോട്ട് വിൻഡാണ്, സെൻട്രൽ ഏഷ്യയിൽ അടിക്കുന്ന ഹോട്ട് വിൻഡാണ് കറാബുറാൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് വരിക. ഏതൊക്കെയാണ്? ലൂ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ അടിക്കുന്നത്. ചിനൂക്ക് ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്, റോക്കീസിൽ അടിക്കുന്നത്. സിറോക്കോ സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയനിലോട്ട് അടിക്കുന്ന വിൻഡാണ്, ഹോട്ട് വിൻഡാണ്. ഫോൺ ഹോട്ട് വിൻഡാണ്, ആൽപ്സിൽ അടിക്കുന്നത്. മിസ്ട്രാൽ കോൾഡ് വിൻഡാണ്, ആൽപ്സിൽ അടിക്കുന്നത്. ബോറ കോൾഡ് വിൻഡാണ്, ഹംഗറി ടു ഇറ്റലിയാണ്. കറാബുറാൻ ഹോട്ട് വിൻഡാണ്, സെൻട്രൽ ഏഷ്യ. കറാബുറാൻ കുറച്ച് കാര്യമായിട്ട് നോക്കണം. വേറെ ഒന്നും കൊണ്ടല്ല,
യൂഷ്വലി നമ്മുടെ ഏഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറാബുറാൻ ഏഷ്യയിലായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യയിൽ അടിക്കുന്ന ലോക്കൽ വിൻഡാണ്. അപ്പോൾ നമ്മൾ ഈ മൊത്തം പഠിച്ച വിൻഡുകളിൽ രണ്ട് കോൾഡ് വിൻഡ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? മിസ്ട്രലും ബോറയും. അതിൽ മിസ്ട്രൽ ആൽപ്സിലാണ്, ബോറ ഹംഗറി ടു ഇറ്റലിയാണ്. ഓക്കെ, അപ്പോൾ ലോക്കൽ വിൻഡ്സ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്തതാണ് നമ്മുടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും. എന്താണ് ലാൻഡ് ബ്രീസ്? അപ്പോൾ ഒരു വിൻഡിന് പേരിടുന്നത് അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ലാൻഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വിൻഡുകളെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുക. അതുപോലെ തന്നെ സീയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വിൻഡുകളെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. മോർണിംഗിലാണോ നൈറ്റിലാണോ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടാകുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോ, ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലാൻഡിൽ നിന്ന് സീയിലോട്ട് അടിക്കുന്ന വിൻഡാണ് ലാൻഡ് ബ്രീസ്. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ സീയിൽ നിന്ന് ലാൻഡിലോട്ട് അടിക്കുന്ന. അപ്പോൾ നമ്മൾ മോർണിംഗ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മോർണിംഗിൽ ലാൻഡിന് ചൂട് കൂടുതലായിരിക്കും. കാരണം എന്താ? ലാൻഡ് പെട്ടെന്ന് ചൂടാവും. ലാൻഡിൻ്റെ പ്രത്യേകത, ലാൻഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഓഷ്യൻ്റെ പ്രത്യേകത, ഓഷ്യൻ സാവധാനത്തിലേ ചൂടാകൂ, സാവധാനത്തിലേ തണുക്കും. അപ്പോൾ മോർണിംഗിൽ സോളാർ റേഡിയേഷൻസ് അടിക്കുമ്പോൾ തന്നെ ലാൻഡ് പെട്ടെന്ന് ചൂടാവും. എന്നാൽ അതേസമയം സീയിൽ പൊതുവെ ടെമ്പറേച്ചർ കുറവായിരിക്കും. ലാൻഡ് ചൂടാവുക എന്ന് പറഞ്ഞാൽ ലാൻഡിൽ ലോ പ്രഷർ ആയിരിക്കും, സീയിൽ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇവിടെ വിൻഡ് സീയിൽ നിന്ന് ലാൻഡിലോട്ടായിരിക്കും അടിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീ ബ്രീസ് എന്ന് വിളിക്കുക. അപ്പോൾ സീ ബ്രീസ്, സീയിൽ നിന്ന് ലാൻഡിലോട്ട് വീശുന്ന കാറ്റുകളാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അവിടെ ലാൻഡിന് ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ലോ പ്രഷർ ആയിരിക്കും. എന്നാൽ സീയിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും കമ്പയറിങ് ടു ലാൻഡ്, സീയിൽ ഹൈ പ്രഷർ ആയിരിക്കും. സ്വാഭാവികമായിട്ടും സീയിൽ നിന്ന് വിൻഡ് ലാൻഡിലോട്ട് വീശും. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ലാൻഡ് ബ്രീസാണ്. അതായത് രാത്രികാലങ്ങളിൽ നമുക്കറിയാം ലാൻഡ് പെട്ടെന്ന് തണുക്കും, ലാൻഡിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയും. എന്നാൽ സീയിൽ കമ്പയറിങ് ടു ലാൻഡ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ലാൻഡ് ഹൈ പ്രഷർ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും, സീ ലോ പ്രഷർ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. വിൻഡ് എന്ത് ചെയ്യും? ലാൻഡിൽ നിന്ന് സീയിലോട്ട് അടിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പം ലാൻഡ് ബ്രീസ് നൈറ്റിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ബ്രീസിന് പേര് കൊടുക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? ലാൻഡിൽ നിന്നാണ് ബ്രീസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലാൻഡ് ബ്രീസ് എന്ന് പറയും. സീയിൽ നിന്നാണ് ബ്രീസ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സീ ബ്രീസ് എന്ന് പറയും. ഞാൻ പറഞ്ഞു ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്നത് നൈറ്റിലാണ്, കാരണം നൈറ്റിൽ ലാൻഡ് പെട്ടെന്ന് തണുക്കും. അപ്പം ലാൻഡിലാണ് ഹൈ പ്രഷർ, അപ്പം ലാൻഡിൽ നിന്ന് സീയിലോട്ടായിരിക്കും വിൻഡ് വീശുന്നത്. ഇനി മോർണിംഗ് ടൈമിലാണെങ്കിൽ സീയിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, ലാൻഡിൽ പൊതുവെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. സീയിൽ നിന്ന് ലാൻഡിലോട്ട് ടെമ്പറേച്ചർ വീശാൻ തുടങ്ങും. ടെമ്പറേച്ചർ അല്ല, വിൻഡ് വീശാൻ തുടങ്ങും. അതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീ ബ്രീസ് മോർണിംഗ് ടൈമിലും ലാൻഡ് ബ്രീസ് നൈറ്റ് ടൈമിലുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മൗണ്ടൻ ബ്രീസും വാലി ബ്രീസുമാണ്. അപ്പം മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ലാൻഡിന് തുല്യമാണ്, വാലി എന്ന് പറഞ്ഞാൽ മിക്കവാറും അവിടെ റിവേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓർക്കണം, മോർണിംഗ് ടൈമിൽ നമ്മുടെ മൗണ്ടൻ്റെ സ്ലോപ്പിൽ ചൂട് കൂടുതലായിരിക്കും, കാരണം മൗണ്ടൻ ലാൻഡാണ്, അവിടെ ചൂട് കൂടുതലായിരിക്കും. എന്നാൽ അതേസമയം വാലിയിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ വാലി ഹൈ പ്രഷറായിട്ട് ആക്ട് ചെയ്യും, മൗണ്ടൻ ലോ പ്രഷറായിട്ട് ആക്ട് ചെയ്യും. വാലിയിൽ നിന്ന് വിൻഡ് എങ്ങോട്ടേക്കായിരിക്കും വീശുന്നത്? മൗണ്ടൻ്റെ മുകളിലോട്ടായിരിക്കും വീശുന്നത്. അപ്പം മൗണ്ടനിലോട്ടാണ് എന്ത് വീശുന്നത്? കാറ്റ് വീശുന്നത്. ഇവിടെ വാലിയിൽ നിന്ന് മൗണ്ടനിലോട്ട് കാറ്റ് വീശുന്നു. അപ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം?
വാലി ബ്രീസ് എന്ന് വിളിക്കാം. അപ്പോൾ വാലി ബ്രീസ് എന്ന് പറഞ്ഞാൽ വാലിയിൽ നിന്ന് മൗണ്ടനിലോട്ട് വീശുന്ന കാറ്റുകളെയാണ് വാലി ബ്രീസ് എന്ന് പറയുന്നത്. വാലി ബ്രീസ് ഉണ്ടാവുന്നത് മോർണിംഗ് ടൈമിലാണ്. ഇനി നൈറ്റ് ആവുമ്പോൾ മൗണ്ടൻ്റെ സ്ലോപ്പ് പെട്ടെന്ന് തണുക്കും. ഇവിടെ ടെമ്പറേച്ചർ തീരെ കുറവായിരിക്കും. എന്നാൽ വാലീസിൽ പൊതുവെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പം മൗണ്ടൻ്റെ മുകളിലായിരിക്കും ഹൈ പ്രഷർ, വാലീസിൽ ലോ പ്രഷർ ആയിരിക്കും. വിൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൗണ്ടനിൽ നിന്ന് വാലിയിലോട്ട് വീശാൻ തുടങ്ങും. ഇതിനെയാണ് മൗണ്ടൻ ബ്രീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം മൗണ്ടൻ ബ്രീസ് എപ്പോഴാണ്? നൈറ്റിലാണ്. വാലി ബ്രീസ് മോർണിംഗ് ടൈമിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട അതർ വിൻസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വിൻസ് പെർമനൻറ്റ് വിൻസ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അതർ ടൈപ്സ് ഓഫ് വിൻഡ് ആണ്. ജിയോസ്ട്രോഫിക് വിൻഡ്, സീസണൽ വിൻഡ്, ലോക്കൽ വിൻഡ്, ലാൻഡ് ആൻഡ് സീ ബ്രീസ്, മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ്. അതിൽ ഞാൻ പറഞ്ഞു ജിയോസ്ട്രോഫിക് വിൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 2 to 3 kilometers എബവ് മൂവ് ചെയ്യുന്ന വിൻഡ്സ്. അവർക്ക് ഫ്രിക്ഷൻ എഫക്റ്റ് ചെയ്യില്ല, ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ 2 ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്, കൊറിയോളിസ് ഫോഴ്സും പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സും. കൊറിയോളിസ് ഫോഴ്സും പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സും ബാലൻസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വിൻഡ് ഐസോബാറിന് പാരലലായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ജിയോസ്ട്രോഫിക് വിൻഡിൻ്റെ പ്രത്യേകത അവർ ഐസോബാറിന് പാരലലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ജെറ്റ് സ്ട്രീംസ്. അടുത്തതാണ് സീസണൽ വിൻഡ്സ്. സീസണലി ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന വിൻഡുകളെയാണ് സീസണൽ വിൻഡ്സ് എന്ന് പറയുക. ഇതിന് എക്സാമ്പിളാണ് മൺസൂണൽ വിൻഡ്സ്. നെക്സ്റ്റ് ലോക്കൽ വിൻഡ്സ്. നമ്മൾ പറഞ്ഞു ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം കണ്ടുവരുന്ന വിൻഡുകളാണ് ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത്. അവിടെ ആ ഒരു പർട്ടിക്കുലർ ലോക്കൽ വിൻഡ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ആ ഒരു ലോക്കൽ റീജിയനിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിഫറൻസസ് ആണ്. ഇതിന് എക്സാമ്പിളാണ് ലൂ ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ് അടിക്കുന്നത്, സമ്മർ സീസണിലാണ് അടിക്കുന്നത്. ഇത് കാണുന്നത് ഡൽഹി, പഞ്ചാബ്, ഹരിയാന, UP റീജിയൻസിലാണ്. അടുത്ത ലോക്കൽ വിൻഡാണ് ചിനൂക്ക്. അതൊരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. ഇതറിയപ്പെടുന്നത് സ്നോ ഈറ്റർ എന്ന പേരിലാണ്. റോക്കീസ് മൗണ്ടൻസിൽ നോർത്ത് അമേരിക്കയിലാണ് കാണുന്നത്. നെക്സ്റ്റ് സിറോക്കോ. ഇത് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. സഹാറ ഡെസേർട്ടിൽ നിന്ന് മെഡിറ്ററേനിയൻ ഓഷനിലോട്ട് വീശുന്ന കാറ്റുകളാണിത്. അപ്പോൾ ഇത് നമ്മുടെ മെഡിറ്ററേനിയൻ സീയുടെ ടെമ്പറേച്ചർ കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഫോൺ ഒരു ഹോട്ട് വിൻഡാണ്. ആൽസ് പർവ്വതനിരകളിൽ, യൂറോപ്പിലെ ആൽസ് പർവ്വതനിരകളിൽ അടിക്കുന്ന കാറ്റാണ്. ദെൻ മിസ്ട്രാൽ വിൻഡ്, അതൊരു കോൾഡ് വിൻഡാണ്. ആൽപ്സിൽ തന്നെ വീശുന്ന വിൻഡാണ് യൂറോപ്പിൽ. ദെൻ ബോറ കോൾഡ് വിൻഡാണ്. ഹംഗറിയിൽ നിന്ന് ഇറ്റലിയിലോട്ട് വീശുന്ന കാറ്റുകളാണ്. ദെൻ കറാബുറാൻ ഹോട്ട് വിൻഡാണ്. സെൻട്രൽ ഏഷ്യയിൽ കാണുന്ന വിൻഡാണ്. ദെൻ ലാൻഡ് ആൻഡ് സീ ബ്രീസ്. ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്നത് നൈറ്റ് ടൈമിലാണ്, എന്നാൽ സീ ബ്രീസ് ഉണ്ടാവുന്നത് മോർണിംഗ് ടൈമിലാണ്. ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൽ നിന്ന് സീയിലോട്ട് വിൻഡ് വീശുന്നതാണ് ലാൻഡ് ബ്രീസ്. അത് നൈറ്റിലാണ് ഉണ്ടാകുന്നത്. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ സീയിൽ നിന്ന് ലാൻഡിലോട്ട് വിൻഡ് വീശുന്നത്, അത് നൈറ്റ് ടൈമിലാണ്. സീ ബ്രീസ് ഉണ്ടാവുന്നത് മോർണിംഗ് ടൈമിൽ. ഓക്കെ, ലാൻഡ് ബ്രീസ് ലാൻഡിൽ നിന്ന് സീയിലോട്ട് നൈറ്റ് ടൈമിൽ, സീ ബ്രീസ് സീയിൽ നിന്ന് ലാൻഡിലോട്ട് മോർണിംഗ് ടൈമിൽ. ലാസ്റ്റ് വൺ മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. മൗണ്ടനിൽ നിന്ന് വാലീസിലോട്ട് വരുന്നതാണ് മൗണ്ടൻ ബ്രീസ്. അത് ഉണ്ടാവുന്നത് നൈറ്റ് ടൈമിലാണ്. വാലി ബ്രീസ് എന്ന് പറഞ്ഞാൽ വാലിയിൽ നിന്ന് മൗണ്ടനിലോട്ട് വീശുന്നത്, അത് മോർണിംഗിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാലി ബ്രീസ് മോർണിംഗിലാണ്, മൗണ്ടൻ ബ്രീസ് നൈറ്റിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൈക്ലോൺസ് എന്ന ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.